യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ വചനധ്യാനം നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായിരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ. പ്രത്യേകിച്ച് ദൈവസഭയുടെ 4 വിധമായ ഓഫീസുകൾ അല്ലെങ്കിൽ 4 വിധമായ ശുശ്രൂഷകളെ കുറിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ വിശാലമായ ചിന്താവിഷയം നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മയുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ ഭൂമിയിൽ എപ്രകാരം നമുക്ക് ദൈവഹിതപ്രകാരം ജീവിക്കുവാൻ സാധിക്കും എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ രക്ഷയെ നാം കണ്ടെത്തിയ ശേഷം ആ നിമിഷം മുതൽ നമ്മൾ ദൈവമക്കളായിട്ടാണ് ജീവിക്കേണ്ടത്. ദൈവമക്കൾ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ നമ്മളുടെ ഭവനങ്ങളിൽ മക്കൾ എന്നവണ്ണം നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് അനുസരിച്ച് ജീവിക്കുന്ന പോലെ നാം ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. നമുക്കറിയാം, നമുക്ക് ദൈവത്തെ നമ്മുടെ ഭൗതിക കണ്ണുകൊണ്ട് കാണുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ എല്ലാവരും ദൈവത്തെ അനുഗമിക്കേണ്ടത് അല്ലെങ്കിൽ അറിയേണ്ടത് ആത്മീകമായിട്ടാണ്. അതുകൊണ്ടാണല്ലോ ശബരിയക്കാരി സ്ത്രീയോട് കർത്താവ് യേശുക്രിസ്തു സംസാരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ പിതാവായ ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ഈ ആരാധന എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മറക്കരുത്. ആരാധന എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിന്നും മാറി നിൽക്കുന്നതായ ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതം തന്നെ ആരാധനയായിട്ട് മാറണം. അഥവാ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയണം. പലപ്പോഴും നമ്മുടെ ചിന്താഗതികളൊക്കെ ഇടുങ്ങിയതായിട്ട് മാറാറുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു ആരാധന സെപ്പറേറ്റ്, ജീവിതം വേറെ എന്നുള്ള ഒരു കാഴ്ചപ്പാടിലല്ല നമ്മൾ പോകേണ്ടത്. മറിച്ച് നമ്മളുടെ ജീവിതം തന്നെ ആരാധനയായിട്ട് മാറേണ്ടതാണ്. അപ്പോൾ ആ പിതാവായ ദൈവത്തെ നമ്മൾ ആരാധിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും നമ്മൾ ആരാധിക്കണം. അല്ലെങ്കിൽ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയട്ടെ, നമ്മുടെ ജീവിതം സത്യത്തിലും ആത്മാവിലുമായിരിക്കണം. സത്യത്തിൽ എന്ന് പറയുമ്പോൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ആത്മാവിൽ എന്ന് പറയുമ്പോൾ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ നമുക്ക് സാധിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവവചന അനുസൃതമായി നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്രകാരം കർത്താവായി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ കടന്നു വരിക. അതിനെയാണ് നമ്മൾ സഭ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ സഭയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടാകണം. ദൈവവചന പ്രകാരമുള്ള ഒരു സഭ, ആരോഗ്യമുള്ള സഭ എന്ന് പറയുന്നത് ഈ വിധമായ 4 തരത്തിലുള്ളതായ ശുശ്രൂഷകളും വെളിപ്പെടുന്ന സഭയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, പലരും ഇതിനെ 5 ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയാറുണ്ട്. അങ്ങനെ ചിന്തിച്ചെങ്കിൽ പോലും ഈ 5 വിധമായ ശുശ്രൂഷകൾ അല്ല, ഈ 4 വിധമായ ശുശ്രൂഷകൾ നമ്മളുടെ സഭകളിൽ നടക്കുന്നില്ലെങ്കിൽ അത് ആരോഗ്യമുള്ള ഒരു സഭയല്ല. ഈ വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുവാനിടയായി തീരുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമുള്ള സഭ അഥവാ ഈ 5 വിധമായ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞതുപോലെ 4 വിധത്തിലുള്ള ശുശ്രൂഷകൾ വെളിപ്പെടുന്ന സഭയിൽ വേണം നമ്മൾ ആയിത്തീരുവാൻ. ഏതൊക്കെയാണ് ശുശ്രൂഷ? അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, സുവിശേഷകന്മാര്, ഇടയന്മാര്, ഉപദേഷ്ടാക്കന്മാര്. അതിൽ നമ്മൾ പ്രവാചകന്മാർ എന്നുള്ള വിഷയത്തിലാണ് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്നത്. അപ്പോസ്തലന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. വളരെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കർത്താവ് യേശുക്രിസ്തുവിനെ തെരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരാണ് ആദ്യത്തെ അപ്പോസ്തലിക ഗണത്തിൽ വരുന്നത്. അവരാണ് ആ ശുശ്രൂഷയുടെ ആധികാരികത വെളിപ്പെടുത്തിയതായ അപ്പോസ്തലന്മാർ. അല്ലെങ്കിൽ അവരുടെ അപ്പോസ്തലത്വമാണ് പുതിയ നിയമസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അന്ന് ആ കാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരായിരുന്നു പുതിയ നിയമസഭയുടെ അപ്പോസ്തലന്മാരോട് ചേർന്നുള്ള അടിസ്ഥാനമെന്ന് പറയുന്നത്. ഇവരുടെ മേലാണ് ഇന്ന് ദൈവസഭ പണിതുകൊണ്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, സ്വയം ഞാൻ അപ്പോസ്തലനെന്ന് ഒരാൾ അവകാശപ്പെടുമ്പോൾ ആദ്യകാല അപ്പോസ്തലന്മാരുടെ ആ ഒരു നിലവാരത്തിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കാരണം അവരും പ്രസംഗിക്കുന്നത്, ഇന്നുള്ള പ്രവാചകന്മാരാകട്ടെ അപ്പോസ്തലന്മാരാകട്ടെ ഏതൊരു ശുശ്രൂഷയിലുള്ള ആളുകളാകട്ടെ, അവരെല്ലാം പ്രസംഗിക്കുന്നത് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതായ ഉപദേശങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകരുത്.
നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് പ്രവാചകന്മാർ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അല്പം വിശദമായ കാര്യങ്ങൾ അത് സംബന്ധിച്ച് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുശേഷം നമ്മൾ സുവിശേഷകന്മാർ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചും നമ്മൾ ഇന്ന് സംസാരിക്കും. ഈ പ്രവാചകന്മാര് ആദ്യ സഭകളിൽ ഉണ്ടായിരുന്നോ എന്നുള്ളത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ഒന്ന് രണ്ട് വേദഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 27, 28 വാക്യങ്ങൾ നമ്മൾ ആദ്യം വന്ന് വായിക്കുകയാണ്. ആ കാലത്ത് യെരൂശലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യയിലേക്ക് വന്നു. അവരിൽ അഗബോസ് എന്ന പേരുള്ള ഒരുവൻ എഴുന്നേറ്റ് ലോകത്തിലൊക്കെയും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിനാൽ പ്രവചിച്ച് അത് ക്ലൗദിയോസിന്റെ കാലത്ത് സംഭവിച്ചു. അപ്പോൾ ആദിമസഭയിൽ പ്രവചനം എപ്രകാരമാണ് അത് നിറവേറ്റപ്പെട്ടത്, എപ്രകാരമാണ് പ്രവചിച്ചത്? അന്ത്യോക്യ സഭയിൽ പ്രവാചകന്മാർ ആ സമയം ഇല്ല എന്ന് വേണം നമുക്ക് കരുതുവാൻ. എന്നാൽ പിന്നീട് അന്ത്യോക്യ സഭയിലുള്ള പ്രവാചകന്മാരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യെരൂശലേമാണ് തീർച്ചയായിട്ടും ആദ്യത്തെ സഭ എന്ന് പറയുന്നത് യെരൂശലേം സഭയാണ്. ആ യെരൂശലേം സഭയിൽ നിന്ന് പ്രവാചകന്മാർ, ഒരു പ്രവാചകനല്ല, പ്രവാചകന്മാർ കടന്നു വന്നു എന്ന് മാത്രമല്ല, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രവാചകനെ കുറിച്ചാണ്. കാരണം അദ്ദേഹത്തിന്റെ ആ പ്രവചനമാണ് അദ്ദേഹത്തെ ഈ 11:28 പരാമർശിക്കപ്പെടുവാൻ ഇടയാക്കിയത്. എന്താണ് പ്രവചനം? ലോകം മുഴുവനും മഹാക്ഷാമം ഉണ്ടാകുമെന്ന് അവൻ ആത്മാവിനാൽ പ്രവചിച്ചു. നോക്കണം, ഈ വാക്കുകളെല്ലാം വളരെ പ്രസക്തമാണ്. അവന് എങ്ങനെ പ്രവചിച്ചു? ആത്മാവിനാൽ പ്രവചിച്ചു. ഏതൊരു ശുശ്രൂഷയും ആത്മാവിനാലായിരിക്കണം. ഒരിക്കലും അത് നമ്മളുടെ ഫിസിക്കലായിട്ടുള്ള ഒന്നല്ല, ലോകത്തിന്റെ അറിവിൽ നിന്നും വരുന്ന കാര്യമല്ല, മറിച്ച് ദാറ്റ് ഷുഡ് ബി ഇൻ സ്പിരിറ്റ്. അത് ദൈവത്തിന്റെ ആത്മാവിനാൽ ആയിരിക്കണം. നോക്കണേ, അത് സംഭവിച്ചു എന്ന് വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു. ക്ലൗദിയോസിന്റെ കാലത്ത്, റോമൻ ചക്രവർത്തിയായിരുന്ന ക്ലൗഡിയസിന്റെ കാലത്ത്, ചരിത്രത്തിൽ പോലും അത് രേഖപ്പെടുത്തപ്പെട്ടതാണെങ്കിൽ ആ പ്രവചനത്തിന്റെ ആധികാരികത എത്ര വലുതാണ്! എന്ന് മാത്രമല്ല, ആ പ്രവചനം സംഭവിക്കാനുള്ളത് തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ അന്നത്തെ സഭയ്ക്ക് ആത്മീക വർധനവിന് കാരണമായി തീർന്ന ഒരു പ്രവചനമായിരുന്നു അത്. അപ്പോൾ പ്രവചനം എപ്പോഴും സഭയുടെ ആത്മീക വർധനവിന് വേണ്ടിയാണ്. ഒരു സഭയെ ഭിന്നിപ്പിക്കുവാനോ ഒരു വ്യക്തിയെ തകർക്കുവാനോ ഉള്ളതല്ല ഒരു പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് ആത്മീക അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. ഇനിയും പ്രവർത്തികളുടെ പുസ്തകം 13-ാം അധ്യായം 1 മുതൽ വായിക്കുമ്പോൾ, അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്യോസ്, ഇടപ്രഭുവായ ഹെരോദാവോടുകൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ട് 13-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ. ഈ പ്രവാചകന്മാരും അന്ത്യോക്യയിലുള്ള സഭയിലുള്ള വിശ്വാസികളും അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഉപവാസവും പ്രാർത്ഥനയും ആരാധനയുമാണ്. കാരണം ഈ ഉപവാസത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലുമാണ് ദൈവീക ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുന്നത്. ചുമ്മാതിരിക്കുമ്പോൾ ഒരു ശുശ്രൂഷ വെളിപ്പെടുന്നു എന്നുള്ളതിനേക്കാളും സഭയുടെ ഉപവാസവും ആരാധനയിലുമാണ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു എന്നുള്ള കാര്യവും നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും അപ്രകാരമാണ്. നമ്മൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവത്തിന്റെ ഇടപെടലുകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ ആരാധിച്ചും ഉപവസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ എനിക്ക് വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാ പറഞ്ഞു. അങ്ങനെ അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ച് അവരെ പറഞ്ഞയച്ചു. നോക്കണേ, പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ, ആരെ അയക്കണം, ആര് പോകണം, അതെല്ലാം ഇവിടെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവചന ശുശ്രൂഷയോ ഇപ്രകാരമുള്ള പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങളോ ആദിമ സഭയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, പ്രത്യേകിച്ച് അന്ത്യോക്യ സഭയിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ സഭയുടെ അവസ്ഥ എന്തായിരുന്നേനെ? ഞാൻ ഇങ്ങനെ പറയട്ടെ, ആ സഭ ഒരു കൺഫ്യൂഷന്റെ സഭയായി മാറിയനെ. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ആരെ വിടണമെന്ന് അറിയത്തില്ല, എവിടേക്ക് വിടണം എന്നറിയത്തില്ല. ഇങ്ങനെ എത്രയോ ചോദ്യചിഹ്നങ്ങൾ ആ സഭയുടെ മുമ്പാകെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അന്ന് ആ സഭയുടെ മുമ്പിൽ അങ്ങനെ ഒരു ചോദ്യചിഹ്നമില്ല. കാരണം പ്രവചിക്കുന്ന പ്രവാചകന്മാർ ദൈവസഭയിൽ ഉണ്ടായിരുന്നു. ഇന്നും പ്രവാചകന്മാരുള്ളിടത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല. പക്ഷെ സത്യപ്രവാചകന്മാരായിരിക്കണം. വ്യാജ പ്രവാചകന്മാരുണ്ടെങ്കിൽ മുഴുവൻ കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ ആ സഭയുടെ വളർച്ചയെ നമ്മൾ ശ്രദ്ധിക്കണം.
സഭ ക്രമാനുഗതമായി വളർന്നു വന്നു. പുതിയ പുതിയ സഭകൾ പ്ലാൻ ചെയ്യപ്പെട്ടു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്നത്തെ ഈ മോർണിംഗ് ഡ്യൂ പ്രഭാത വചന ധ്യാനത്തെങ്കിൽ ഞാൻ സുവിശേഷകം മറന്നുള്ള വിഷയത്തെക്കുറിച്ചും നിങ്ങളോട് സംസാരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ സാധാരണ എടുക്കുന്നതായ സമയം എക്സീഡ് ചെയ്തതിനാൽ ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ദൈവം അനുവദിച്ചാൽ നാളെ നമുക്കത് ചിന്തിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവം നിയോഗങ്ങളെ കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവ് ആളുകളെ പറഞ്ഞയക്കുന്നത്, സഭയുടെ കൺഫ്യൂഷൻ എന്ന് പറയുന്ന പോലെ നമ്മുടെ ജീവിതത്തിലെയും ധാരാളം ആശയ സംഘർഷങ്ങൾ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തതായ അവസ്ഥ, അതിൻ്റെ എല്ലാം നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻസ്, പരിശുദ്ധാത്മാവ് നമ്മൾ നയിക്കുന്നത് വളരെ വ്യക്തമായി സഭയിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. അതിനാണ് ദൈവം സഭയിൽ പ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നത്. ഇനിയും അതോട് ചേർന്ന് തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഇന്നത്തെ ഈ സന്ദേശം നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. പ്രവാചകന്മാർ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ദൈവത്തെ പ്രതിനിധീകരിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നവർ ആരാണോ അവരാണ് പ്രവാചകന്മാർ. എന്ന് മാത്രമല്ല, ഈ പ്രവചനം ഒരു ഗിഫ്റ്റായിട്ട് ലഭിച്ചവരാണ് ഈ പ്രവാചകന്മാർ. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസഭയിലൂടെയാണ് നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നത്. ദൈവസഭയുടെ അംഗമാകാതെ ദൈവസഭയിൽ നിന്നും എന്തൊക്കെ കാരണം പറഞ്ഞ് മാറി നിൽക്കുന്ന ആളുകൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ആരോഗ്യമുള്ള ഒരു ദൈവസഭയുടെ ഭാഗമായി തീരണം. അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണവും പ്രാർത്ഥനയും നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥാനത്തിൽ പ്രാർത്ഥിക്കും. സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങൾ എവിടെയായിരിക്കണം, ഞങ്ങൾ എപ്രകാരമായിരിക്കണം, ദൈവസഭയിൽ ഞങ്ങളുടെ ആ പ്രാധാന്യം എന്താണ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട സന്ദേശം അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസങ്ങൾ, മാറ്റങ്ങൾ വരുവാൻ തക്കോണം ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.